മൂത്താശാൻ്റെ മകളാണ് ഈ ലളിതാംബിക, അല്ലെങ്കിൽ മാളികപ്പുറ എന്ന് പറയുന്ന ഇന്നത്തെ സങ്കല്പത്തിലുള്ള മാളികപ്പുറ എന്ന് പറയുന്നത് ഈ ലളിതാംബികയാണ്. വീട്ടിൽ വിളിക്കുന്ന പേര് പൂങ്കുടി എന്നാണ്. പൂങ്കൊടിയാണ് കൂടുതലും കളരി പഠിപ്പിച്ചു കൊടുത്തത്. അത് പഠിപ്പിക്കുന്നതിന് പൂങ്കൊടിക്ക് അറിയാമായിരുന്നത് അയ്യപ്പനാണ്, പന്തളം മഹാരാജാവിൻ്റെ വളർത്തുമകനാണെന്നുള്ള പൂങ്കൊടിക്ക് അറിയാമായിരുന്നു. കാരണം ഇവരുമായിട്ട് അങ്ങനെ പൂങ്കൊടിയായിട്ടുള്ളൊരു ഒരു ഒരു പ്രണയം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അയ്യപ്പൻ ബ്രഹ്മചാരി ആയതുകൊണ്ട് അത് അങ്ങനെ ഉദയനെതിരെയുള്ള പടപ്പുറപ്പാടിൽ കളരിയാശാന്റെ അനുഗ്രഹം വാങ്ങാനും സഹായത്തിന് പടകൂട്ടാനുമായിരുന്നു ആ രണ്ടാം വരവ്. തന്റെ സാന്നിധ്യമറിയിച്ചുകൊണ്ട് അയ്യപ്പൻ അന്ന് ചീരപ്പഞ്ചിറ തറവാടിന്റെ ഉമ്മറത്ത് സൂക്ഷിച്ചിട്ടു പോയ ഉടവാളും കച്ചയും ഇന്നും ഈ തറവാടിന്റെ നിലവറയിൽ ഭദ്രമാണ്. ഒരുപക്ഷെ ഉദയനുമായിട്ടുള്ള അവസാന യുദ്ധത്തിന് പോകുന്നുണ്ടല്ലോ. അവസാന യുദ്ധത്തിന് പോകാൻ വരുമ്പോൾ ഇവിടെ യാത്ര ചോദിക്കാൻ അയ്യപ്പൻ വരുന്നത്. ഇവിടെ യാത്ര ചോദിക്കാൻ വരുമ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും കൂടെ മൂലകുടുംബത്ത് കടത്തനാട്ട് പോയിരിക്കുക. അപ്പോൾ ഈ വെളുത്തയാണ് പറയുന്നത് ഇങ്ങനെ കടത്തനാട്ട് പോയിരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ആ അയ്യപ്പൻ വന്നതിൻ്റെ യാത്രാമൊഴി ചോദിച്ചതിൻ്റെ അതിന് വേണ്ടിയിട്ടാണ് അരക്കച്ചയും ആ വാളും ഇവിടെ അറപ്പടിയിൽ വെച്ചിട്ട് പോകുന്നത്. തിരിച്ച് അവിടുന്ന് അവർ കുടുംബത്തിൽ നിന്നും ഇവിടെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇത് കണ്ട് മനസ്സിലാക്കി ചെന്ന് വെളുത്തേർക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് വെളുത്തേന്ന് പറഞ്ഞ് അവരിങ്ങനെ എല്ലാവരും കൂടെ എരിമേലി തമ്പടിച്ചിട്ടുണ്ട് അവിടെ വെച്ച്. കാരണം ഉദയനുമായിട്ടുള്ള തിരുശേഷിപ്പുകളായി നിൽക്കുന്ന മുക്കാൽവട്ടം ക്ഷേത്രവും അവിടെയുണ്ട്. പൂഴിയങ്കം പഠിക്കുമ്പോൾ വീരാസനത്തിലിരുന്നാണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ ഇരുന്നാണ് പൂഴിയങ്കത്തിൻ്റെ മറ്റ് ചുവടുകൾ എടുക്കുന്നത്. ആ വീരാസനത്തിൽ തന്നെയാണ് അയ്യപ്പൻ്റെ പ്രതിഷ്ഠ ഇന്നും അവിടെ നിലനിൽക്കുന്നത്. ഭൂമിയിൽ അവതാരമെന്ന് കണക്കാക്കുന്ന ചരിത്രത്തിൻ്റെ മഹത്വം കൊണ്ട് ദൈവീകവൽക്കരിക്കപ്പെട്ട മണികണ്ഠൻ എന്ന അങ്ങനെ സ്ഥിരമായിട്ട് ഇവിടുന്ന് ഇവിടുത്തെ കാർന്നവർ സ്ഥിരമായിട്ട് പോയി പ്രായാധിക്യം കൊണ്ട് മല ചവിട്ടാൻ പറ്റാതെ വന്നപ്പോൾ അയ്യപ്പന് ഈ കാരണവർക്കൊരു സ്വപ്ന ദർശനം കിട്ടി. സ്വപ്ന ദർശനത്തിൽ ഇങ്ങനെ പറഞ്ഞു, നീ ഇനി മലയ്ക്ക് വരണ്ട, ഞാൻ മുക്കാൽ വട്ടം ശക്തിയും ഈ ക്ഷേത്രത്തിലുണ്ട്. അതുകൊണ്ട് വേമ്പനാട്ട് കായലിൽ കൂടി ഒരു തടി ഒഴുകി വരും. ആ തടിയുടെ പുറത്തൊരു വെള്ളരിക്കൊക്കിരിക്കും. ആ തടി കൊണ്ട് ഒരു ക്ഷേത്രം പണിത് എന്നെ അവിടെ പ്രതിഷ്ഠിക്കുക, ഞാൻ ഇവിടെ ഉണ്ടാകും.
അങ്ങനെ ഇവിടെ മുക്കാലിൽ വിളക്ക് കെട്ടി ഈ പുലർച്ചെ 4 മണി 3 മണി സമയത്ത് ഇവിടുന്ന് ഈ പിന്നെ പണിക്കരാശാനും ഇവിടുത്തെ കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം കൂടി ചെന്ന് ഈ തടി അടുപ്പിച്ച് കൊണ്ടുവന്ന് ക്ഷേത്രം വേണം. അപ്പോൾ ആ മുക്കാൽ വെട്ടും. അപ്പോൾ ആ മുക്കാലിൽ വിളക്ക് കെട്ടി വെച്ച് മുക്കാലിൽ കൊണ്ടുവന്ന അതൊരു ഐതിഹ്യം. ഇപ്പോഴും ഇവിടുത്തെ സോമശേഖര പണിക്കരും കുടുംബാംഗങ്ങളും പിന്നെ ശബരിമലയിൽ പോകുന്നുണ്ട്. കാരണം കേരളത്തിലെ ഇന്ത്യയിലെ ലോകത്തെ എല്ലാ ക്ഷേത്രങ്ങളും ഈ മകരവിളക്കിന് വിളക്ക് തെളിയും. പക്ഷേ ചീരപ്പഞ്ചിറ മുക്കാൽവട്ടം ക്ഷേത്രം ഒരു കാരണവശാലും അന്ന് ക്ഷേത്രം അടഞ്ഞു കിടക്കും. കാരണം എന്ന് പറഞ്ഞാൽ അന്ന് പൂർണ്ണമായിട്ടും ശക്തി മകരവിളക്കിന് ശബരിമലയിൽ വേണമെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഈ കുടുംബത്തിനും ഈ നാട്ടുകാർക്കും ഇതെല്ലാവർക്കും ഇതുണ്ട്. കാരണം മുഴുവൻ ശക്തി അന്ന് ഇവിടെ തൊടത്തില്ല. അങ്ങനെ ഈ മകരവിളക്ക് സമയത്ത് ഈ ഇവിടുന്ന് പരിവാരങ്ങളുടെ സമയം ചെന്ന് അയ്യപ്പൻ്റെ ശക്തിയുമായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരും. ആ മുക്കാൽവട്ടം ശക്തിയുമായിട്ട് ഇവർ തിരിച്ച് വന്നിട്ട് പിന്നീട് പിന്നെ മണ്ഡലവ്രതം വരെ മുക്കാൽവട്ടം ശക്തിയും ഇവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. വരുമ്പോൾ അതിൻ്റെ ആയോധന കളരിയുടെ പൂർണ്ണതയിലേക്ക് വരുമ്പോൾ ഒരു അഭ്യാസം ചെയ്ത് അല്ലെങ്കിൽ പൂഴിയെ പറപ്പിച്ച് ചുറ്റും നിൽക്കുന്ന എതിരാളികളെ പൂഴി കൊണ്ട് മറപ്പിച്ച് കഴിയുമ്പോൾ ഈ ഒരു ആസനത്തിൽ വന്നിരുന്നിട്ടാണ് കുതിക്കുക ചെയ്യണം. അതിന് ഞങ്ങളുടെ കളരിയിൽ അതിൻ്റെ ഉപാസനാമൂർത്തിയും അതിൻ്റെ മന്ത്രങ്ങളും ഘടയോഗത്തിൽ പറയുന്ന ചില ഉപാസനയും നിഷ്ഠകളും അതിന് പാലിക്കേണ്ടതുണ്ട്. അതിലൂടെ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചഭൂതത്തെ അടക്കിയിട്ട് ആണ് ഈ ഒരാൾക്ക് കുതിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ കറക്റ്റ് നമ്മളുടെ ചുറ്റും നിൽക്കുന്ന ശത്രുവിൻ്റെ മുമ്പിലേക്ക് മൊത്തം പൂജയെ പറപ്പിച്ച് കറക്റ്റ് വീരാസനത്തിൽ വന്നിരുന്ന് ആണ് അയാൾ കുതിക്കുക ചെയ്യണം. പൂജാ സമ്പ്രദായം ഇന്ന് കേരളത്തിൽ കാണുന്ന സമ്പ്രദായത്തിലുള്ള പൂജാവിധികളല്ല ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ട് വരുന്നത്. കളരി സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ ശാക്തേയപരമായിട്ടുള്ള മാന്ത്രിക ശൈവ സമ്പ്രദായത്തിലൊക്കെ കിടക്കുന്ന പൂജാവിധികളാണ്.